സ്നേഹം മാത്രമേ എൻ്റെ മാനസം തേടാവൂ. യേശുവേ നിന്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ. യേശുവേ നിന്റെ സ്നേഹം മാത്രമേ എൻ്റെ മാനസം തേടാവൂ. യേശുവേ നിന്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ. നിന്റെ സ്നേഹം മാത്രം എൻ്റെ മാനസം തേടാവൂ. യേശുവേ നിന്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ. ജ്യേഷ്ഠാനുജനും നീ തന്നെ, വിശ്വസ്തനായ ചങ്ങാതി നീ, ഭാരം താങ്ങുന്ന സ്നേഹിതൻ. അപ്പനും എൻ്റെ അമ്മയും നീ, ജ്യേഷ്ഠാനുജനും നീ തന്നെ, വിശ്വസ്തനായ ചങ്ങാതി നീ, ഭാരം താങ്ങുന്ന സ്നേഹിതൻ. യേശുവേ നിന്റെ സ്നേഹം മാത്രമേ എൻ്റെ മാനസം തേടാവൂ. യേശുവേ നിന്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ. ശത്രുവിൻ്റെ വലയിൽ വീണു ഞാൻ, മൃത്യുവിങ്കൽ വലഞ്ഞപ്പോൾ ക്രൂശിൽ തൂങ്ങി മരിച്ചു നീ, നിന്റെ ജീവൻ നൽകി എനിക്കായി. ശത്രുവിൻ്റെ വലയിൽ വീണു ഞാൻ, മൃത്യുവിങ്കൽ വലഞ്ഞപ്പോൾ തൂങ്ങി മരിച്ചു നീ, നിന്റെ ജീവൻ നൽകി എനിക്കായി. യേശുവേ നിന്റെ സ്നേഹം മാത്രമേ എൻ്റെ മാനസം തേടാവൂ. യേശുവേ നിന്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ. സ്നേഹം മാത്രമേ എൻ്റെ മാനസം തേടാവൂ. യേശുവേ നിന്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു.
ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 17-ാം വാക്യം. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെപ്പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ നിൻ്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്തെ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. ആശയ്ക്ക് വിരോധമായി അബ്രഹാം ആശയോടെ വിശ്വസിച്ചു. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെപ്പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ ജീവിതകാലം 175 സംവത്സരമായിരുന്നു. അബ്രഹാമിൻ്റെ ജീവിതകാലം കഴിഞ്ഞ് അബ്രഹാം സംതൃപ്തിയോടെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു എന്നാണ് നാം ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ വായിച്ചത്. അബ്രഹാം വയോധികനും കാലസമ്പൂർണനുമായി നല്ല വാർദ്ധക്യത്തിൽ പ്രാണനെ വിട്ടു മരിച്ചു. തൻ്റെ ജനത്തോട് ചേർന്നു. വരും തലമുറയ്ക്ക് അബ്രഹാമിന് കൊടുക്കുവാനുള്ള സാക്ഷ്യം: 1, അബ്രഹാം സമാധാനത്തോടെ മരിച്ചു. 2, അബ്രഹാം സംതൃപ്തിയോടെ മരിച്ചു. കാലസമ്പൂർണനായി മരിച്ചു. സംതൃപ്തിയോടെ മരിച്ചു. കാലസമ്പൂർണതയിൽ കാലം തികച്ച് മരിച്ചു. കാലസമ്പൂർണനായി മരിച്ചു. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും കാലസമ്പൂർണരാകുന്നതിന് മുൻപ്, ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന സമയമാകുന്നതിന് മുൻപ് നമ്മെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റിക്കൊണ്ടു പോകുവാൻ ശ്രമിക്കുന്ന, ഉത്സാഹിക്കുന്ന ഒരു ഭയങ്കരനായ ശത്രുവുണ്ട്. അതാണ് പിശാച്, സാത്താൻ. നമുക്ക് ദൈവം കരുതിയിരിക്കുന്നതായ ഒരായുഷ്കാലം തികയ്ക്കാതെ ഈ ഭൂമിയിൽ നമ്മെ മാറ്റിക്കൊണ്ടു പോകുവാൻ പിശാച് പരിശ്രമിക്കും. പിശാചിന് നമ്മിൽ ഇടം കിട്ടുമ്പോൾ, അവന് നമ്മിൽ പ്രവർത്തിക്കാൻ ഇടം കിട്ടുമ്പോൾ, നമ്മുടെ ഉള്ളിൽ കടന്നു വരാൻ പാപം എന്ന ആ ഒരു പഴുതവന് കിട്ടുമ്പോൾ, അവൻ നമ്മിൽ പ്രവേശിച്ച് നമ്മുടെ വേല തയ്ക്കുന്നതിന് മുൻപ്, നമ്മുടെ ജീവിതം പൂർത്തീകരിക്കുന്നതിന് മുൻപ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റിക്കൊണ്ടു പോകുവാൻ, മരണം വഴിയായി നമ്മെ നീക്കുവാൻ സാത്താൻ ഉദ്യമിക്കും. അതുകൊണ്ടാണ് നമ്മളുടെ കരുതലോടുകൂടി ഇരിക്കണമെന്ന് പറയുന്നത്. ജീവിക്കുന്ന കാലത്ത് വിശ്വാസത്തിൽ ക്ഷീണിക്കാതിരിക്കണം. അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. നാം ഇപ്പോൾ വായിച്ച ഭാഗം ഒന്നുകൂടി നമുക്ക് കേൾക്കാം. ഇപ്പോൾ വായിച്ച വേദഭാഗത്ത് വ്യക്തമായിട്ട് പറയുകയാണ്, വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല എന്ന് മാത്രമല്ല, ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. വായിക്കാം. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നിന്റെ സന്തതി ഈവണ്ണമാകും എന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ഇനി 20-ാം വാക്യം. ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. 21-ാം വാക്യം. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തൻ എന്ന് പൂർണ്ണമായി ഉറച്ചു. ദൈവത്തിലുള്ള വിശ്വാസം, സർവ്വവല്ലഭനായ ജീവനുള്ള ദൈവത്തിലുള്ള വിശ്വാസം,
ക്രിസ്തുവിലുള്ള വിശ്വാസം. ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് നമ്മെ നിലനിർത്തുന്നത്. എന്നെ അറിയുന്ന ഒരു ജീവനുള്ള ദൈവമുണ്ട്, ഇതാണ് വിശ്വാസം. എന്നെ സ്നേഹിക്കുന്ന കർത്താവായ യേശുക്രിസ്തു ഉണ്ട്, ഇതാണ് വിശ്വാസം. യേശു എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചിരിക്കുന്നു, അതാണ് വിശ്വാസം. യേശുവിൻ്റെ തിരുരക്തത്താൽ എനിക്ക് പാപമോചനം ലഭിച്ചിരിക്കുന്നു, അതാണ് വിശ്വാസം. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. എന്നാൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത് പോലെ ഞാനും പഴയ മനുഷ്യൻ മരിച്ച് ഒരു പുതിയ മനുഷ്യനായി ഞാനും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ക്രിസ്തുവിൽ ഞാനൊരു പുതിയ സൃഷ്ടിയായിരിക്കുന്നു, അതാണ് വിശ്വാസം. യേശുക്രിസ്തു വീണ്ടും വരും, വിശ്വാസം. ക്രിസ്തു വരുമ്പോൾ വിശുദ്ധന്മാരെ മാത്രമേ ചേർക്കുകയുള്ളൂ, അതാണ് വിശ്വാസം. ഞാൻ വിശുദ്ധിയിലേക്ക് കടന്നു വന്നില്ലെങ്കിൽ ഞാൻ ഉപേക്ഷിക്കപ്പെടും, അതാണ് വിശ്വാസം. ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായി തന്നിട്ടുണ്ട് എന്താണ് വിശ്വസിക്കേണ്ടതെന്ന്. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അബ്രഹാമിന് ദൈവം ഒരു വിശ്വാസം കൊടുത്തു. ദൈവം കൊടുത്തു ഒരു വിശ്വാസം. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വിശ്വാസം കർത്താവ് തരും. ഈ വിശ്വാസം നിങ്ങൾക്ക് പ്രാപിക്കാം. വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ വിശ്വാസത്തിൻ്റെ ഓട്ടമോടുവാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടതാണ്. വിശ്വാസം വ്യതിചലിച്ചു പോകരുത്. വിശ്വാസം പതറിപ്പോകരുത്. വിശ്വാസത്തിൽ ചാഞ്ചല്യം വരരുത്. വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകരുത്. വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടതാണ്. വിശ്വാസത്തിൻ്റെ സ്ഥൈര്യം, വിശ്വാസത്തിൻ്റെ കെട്ടുറപ്പ്. സ്നേഹിതരെ, നമ്മുടെ ജീവിതത്തിൽ ഈ വിശ്വാസം നമ്മൾ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്, എത്രത്തോളം സ്വാധീനം ചെയ്യുന്നുണ്ട്? ക്രിസ്തുവിലുള്ള വിശ്വാസം. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ഒടുവിലത്തെ ലേഖനത്തിൽ എഴുതി, ദാവീദിന് സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. വിശുദ്ധ കുർബാനയിൽ നാം ഏറ്റുചൊല്ലുന്നു, എത്രയും ഗൗരവമേറിയ സമയത്തേറ്റ് പറയുന്നു, ഞങ്ങളുടെ കർത്താവേ, നിൻ്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുകയും നിൻ്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി ഞങ്ങൾ നോക്കിപ്പാർക്കുകയും ചെയ്യുന്നു. അതാണ് വിശ്വാസം. കർത്താവിൻ്റെ ക്രൂശാരോഹണം, മരണം, കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്, വിശ്വാസം. ഈ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്നവന് മാത്രമേ സമാധാനത്തോട് സംതൃപ്തിയോട് കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ. അബ്രഹാം വിശ്വാസിയായി മരിച്ചു. അബ്രഹാം സമാധാനത്തോടെ മരിച്ചു. അബ്രഹാം സംതൃപ്തിയോടെ മരിച്ചു. പ്രിയപ്പെട്ടവരെ, വിശ്വാസം എന്നുള്ളത് അത് നമ്മുടെ ബുദ്ധിക്ക് വിധേയമാകുന്ന കാര്യമല്ല. നമ്മൾ ബുദ്ധി കൊണ്ട് വിശകലനം ചെയ്താൽ കിട്ടുകയില്ല. അത് പഠിച്ചുണ്ടാകാവുന്നതല്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അതൊരു ദൈവിക ദാനമാണ്. ആർക്കാണ് ദാനം? സൗജന്യമായ ദാനം. ആർക്കും കിട്ടും ഈ ദാനം. ആർക്കും അത് മാറ്റിവെക്കുന്നില്ല. ദാനമാണത്. അങ്ങോട്ട് നിങ്ങൾ കൊടുത്തിട്ട് കിട്ടുന്നതല്ല, ഒരു ദാനമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ആ ദാനം ലഭിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ചെയ്യാം. എൻ്റെ കർത്താവേ, എനിക്ക് വിശ്വസിക്കാനുള്ള ഒരു ശിശു മനസ്സ് തരണമേ, ഒരു ശിശു ഹൃദയം തരണമേ, എനിക്ക് വിശ്വസിക്കാനുള്ളൊരു ശിശു മനസ്സ് തരണമേ. സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, വിശ്വസിക്കാനുള്ള ശിശു മനസ്സ്. ഈ വചനത്തിൽ ഒന്നും സംശയിക്കാതെ, വള്ളിയും പുള്ളിയും സംശയിക്കാതെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അതൊരു മഹാഭാഗ്യമാണ്. ദൈവത്തിൻ്റെ വചനം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധിയിലൊന്നും വിശകലനം ചെയ്യാതെ, എൻ്റെ കർത്താവേ, ഇതിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് വള്ളിയും പുള്ളിയും മാറുകയില്ല എന്ന് അവിടുത്തെ വചനം പറഞ്ഞിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ സംശയിക്കുന്നില്ല. നിങ്ങൾക്ക് ഉറപ്പ് കിട്ടുമോ? എങ്കിൽ നിങ്ങൾക്ക് വിജയിച്ച് മുന്നോട്ട് പോകാം. ഈ ദൈവം ഉണ്ട് എന്നെങ്ങനെ വിശ്വസിക്കാം? ഞാൻ പറയും, ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത് അതെന്തെങ്കിലും പ്രമാണങ്ങൾ പഠിച്ചല്ല, ഒന്നുമല്ല. പ്രമാണങ്ങളൊന്നും പഠിക്കേണ്ട. ദൈവം ഉണ്ടെന്നുള്ള കുറേ തെളിവുകൾ ഇങ്ങനെ ഒന്നൊന്നായി എഴുതി പഠിച്ച്, ചില തെളിവുകൾ മഹാന്മാർ പറഞ്ഞിരിക്കുന്ന തെളിവുകൾ, ദൈവമക്കൾ പറഞ്ഞിരിക്കുന്ന തെളിവുകൾ, ഈ തെളിവുകളൊന്നും നോക്കിയല്ല ദൈവം ഉണ്ടെന്ന് പറയുന്നത്. ദൈവം ഉണ്ടെന്ന് പറയുന്നത് അത് വിശ്വസിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? നമ്മുടെ അനുഭവത്തിലാണ് വിശ്വാസം. അനുഭവം. ഞാനിരുന്ന് കരയുമ്പോൾ എൻ്റെ കരച്ചിൽ കേൾക്കുന്നൊരു ദൈവമുണ്ട്. ഞാൻ ഏങ്ങലടിക്കുമ്പോൾ എൻ്റെ ഏങ്ങലടികൾ ഒപ്പിയെടുക്കുന്നൊരു ദൈവമുണ്ട്. ഞാൻ കണ്ണുനീര് തൂകുമ്പോൾ എൻ്റെ കണ്ണുനീര് തുടച്ചു തരുന്നൊരു ദൈവമുണ്ട്. ഇതൊരനുഭവമാണ് പ്രിയപ്പെട്ടവരെ, ഇതൊരനുഭവമാണ്.
തെറ്റിദ്ധാരണകൾ പെരുകുമ്പോൾ, ആക്ഷേപങ്ങൾ വർദ്ധിക്കുമ്പോൾ, അവഹേളനങ്ങൾ വളരെ വളരെ കൂടിക്കൂടി വരുമ്പോൾ, എല്ലാവരും വെറുക്കുമ്പോൾ, സകലരും പകയ്ക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, എന്നെ കാണുന്ന, എല്ലാം ശരിയായി ധരിക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് അനുഭവിക്കാൻ സാധിക്കുന്നതാണ് മഹാഭാഗ്യം. നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾ ഓരോരോ പ്രശ്നങ്ങളുമായി ദൈവസന്നിധിയിൽ ചെന്ന് മുട്ടുമടക്കുമ്പോൾ, ഞാനത് പറയാറുണ്ടല്ലോ, നിങ്ങളുടെ കൊച്ചു വീട്ടിൽ നിങ്ങളുടെ വെറും തറയിൽ ഒരു തടുക്കുപായോ അതല്ലെങ്കിൽ അല്ല മൺതറയോ ആയിക്കൊള്ളട്ടെ, അവിടെ നിങ്ങൾ മുട്ടുമടക്കി എൻ്റെ കർത്താവേ എന്ന് വിളിക്കുമ്പോൾ, നിങ്ങൾ ഏങ്ങലടിച്ച് കരയുമ്പോൾ, നിങ്ങൾ ആവശ്യത്തിൽപ്പെട്ട് ഞെരുങ്ങുമ്പോൾ, നിങ്ങളുടെ ഉള്ളു വിങ്ങുമ്പോൾ, നിങ്ങൾ കരയുന്നു. അപ്പോൾ നിങ്ങളുടെ അരികത്ത് വന്ന് നിങ്ങളുടെ തലമേൽ കരം വയ്ക്കുന്നൊരു യേശുവുണ്ട്. ഇതാണ് വിശ്വാസം. ഇത് അനുഭവിക്കുമ്പോഴാണ് പിന്നെ ആരും പറഞ്ഞു തരണ്ട. പിന്നെ ഈ വചനം വായിക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം വരില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളിത് അനുഭവിച്ച് നോക്കൂ. നിങ്ങൾ രോഗമുള്ളവരില്ലേ, നിങ്ങളുടെ രോഗത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കൂ. നിങ്ങൾ ഭാരമുള്ളവരില്ലേ, നിങ്ങൾ പണത്തിന് ഞെരുക്കമുള്ളവരില്ലേ, കടത്തിൻ്റെ പ്രയാസത്തിൽ വലയുന്നവരില്ലേ, ജീവിതം വീർപ്പുമുട്ടി കഴിയുന്നവരില്ലേ, കുടുംബത്തിലെ ക്ലേശങ്ങളിൽപ്പെട്ട് ഉഴലുന്നവരില്ലേ, കുടുംബത്തിൽ സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ അഴലുന്നവരില്ലേ, ചീത്ത കൂട്ടുകെട്ടിൽ പോയി ജീവിതം താറുമാറാക്കിയവരില്ലേ, നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങളുടെ ആകുലഭാരവും പേറിക്കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ നിങ്ങൾ ഇരിക്കുന്നെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ശാന്തമായിട്ട് അവിടെ ഇരിക്കൂ. വചനം നിങ്ങൾ ഓർക്കണം, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും ക്രിസ്തു സമീപസ്ഥനാകുന്നു. ആർക്കാണ് സമീപസ്ഥൻ? ഞാനിപ്പോൾ യേശുവിനെ വിളിച്ചപേക്ഷിക്കുകയാണ്, യേശു എൻ്റെ അരികത്ത് വരുന്നു. ആർക്കാണ് യേശു സമീപസ്ഥൻ? സത്യമായി വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സമീപസ്ഥനാണ്. ഞാൻ യേശുവിനെ വാസ്തവമായി ആവശ്യബോധത്തോടെ വിളിച്ചപേക്ഷിക്കുകയാണ്, യേശു എൻ്റെ അരികത്ത് വന്നിരിക്കുന്നു. ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലെ ആവലാധികൾ ഒന്നൊന്നായി നിങ്ങൾ എണ്ണി എണ്ണി പറയുക. വേറെ ആരും കേൾക്കണ്ട. നിങ്ങളുടെ ഭാര്യ കേൾക്കണ്ട, ഭർത്താവ് കേൾക്കണ്ട, മക്കൾ കേൾക്കണ്ട, മാതാപിതാക്കൾ കേൾക്കണ്ട, കൂട്ടുകാരും കേൾക്കണ്ട. ഒറ്റയ്ക്കിരുന്ന് നിങ്ങൾ ദൈവത്തോട് ഉള്ളു തുറന്ന് പറയുക. നിങ്ങളുടെ ഭാരങ്ങൾ, നിങ്ങളുടെ വേദനകൾ, നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിലെ അനേകം പ്രതിസന്ധികൾ ഓരോന്നോരോന്നായി പെറുക്കിയെടുത്തുകൊണ്ട് നിങ്ങൾ കർത്താവിൻ്റെ പാദപീഠത്തിലിരിക്കുക. പ്രിയപ്പെട്ടവരെ, വേറെ ആരുടെയും സഹായം നിങ്ങൾ തേടണ്ട, ആരുടെയും ഒത്താശ വേണ്ട. നിങ്ങൾക്കൊരാൾക്ക് തന്നെത്താൻ ഇരിക്കാം. എന്നിട്ട് തുറന്ന് പറയാം. നിങ്ങൾക്ക് വന്ന പരാജയങ്ങളെല്ലാം എണ്ണി എണ്ണി പറയാം, വന്ന പാപങ്ങളെല്ലാം എണ്ണി എണ്ണി പറയാം, വന്ന ജീവിതത്തിൽ വന്നതായ തോൽവികളെല്ലാം പറയാം, വന്ന വീഴ്ചകളെല്ലാം പറയാം. എല്ലാം തുറന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തോട് പറയണം, കർത്താവേ, ഞാനിതെല്ലാം തുറന്ന് പറയുന്നത് ഇനിമേൽ ആവർത്തിക്കുകയില്ല എന്ന തീരുമാനത്തോടെയാണ്. നാഥ, ഞാനിതെല്ലാം തുറന്ന് പറയുന്നത് ഇനിമേൽ ഒരു പുതിയ ജീവിതം നയിക്കും എന്നുള്ള തീരുമാനത്തോടെയാണ്. എൻ്റെ ഹൃദയത്തിൻ്റെ തീരുമാനം നാഥ നീ അറിയുന്നല്ലോ. ലോകത്ത് മനുഷ്യരെല്ലാം എന്നെ പുറമേ കാണുന്നു, എൻ്റെ അകം മനുഷ്യരാരും അറിയുന്നില്ല. എന്നാൽ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിലുള്ള ഈ തീരുമാനം നീ അറിയുന്നല്ലോ. നാഥ, നീ എന്നോട് മനസ്സലിയണം. ഇപ്പോൾ എൻ്റെ ഈ തീരുമാനം നീ കൈക്കൊണ്ട് ഈ തീരുമാനം നീ പൂർത്തീകരിക്കണം. ഈ തീരുമാനം നീ അർത്ഥവത്താക്കണം. എൻ്റെ ഈ സമർപ്പണത്തെ നീ കൈക്കൊള്ളണം. നിങ്ങളങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു അരിമകരം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. നിങ്ങളുടെ കണ്ണുനീര് തുടച്ചു തരികയും നിങ്ങളുടെ വിതുമ്പലുകൾ ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു സ്നേഹനിധിയായ യേശുവിൻ്റെ അരിമകരത്തിൻ്റെ തലോടൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. യേശു വന്ന് തൻ്റെ ആണിപ്പാടുള്ള കരം നിങ്ങളുടെ ശിരസിൽ വയ്ക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. സ്നേഹിതരെ, നിങ്ങളോട് പറയട്ടെ, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവിക്കാവുന്നതാണ്. അതിന് വിദ്യാഭ്യാസം വേണമെന്നില്ല, അതിന് ഇംഗ്ലീഷ് പരിജ്ഞാനം വേണമെന്നില്ല, അതിന് പാണ്ഡിത്യം വേണമെന്നില്ല, അതിന് ധനസമൃദ്ധി വേണമെന്നില്ല, അതിന് നിങ്ങൾക്ക് ഏതെങ്കിലും തത്വചിന്തകളെക്കുറിച്ചുള്ള അറിവ് വേണമെന്നില്ല. നിങ്ങൾക്കാകെ വേണ്ടത് ഒരു എളിമയുള്ള മനസ്സ്. കർത്താവേ, എനിക്ക് നീ കൂടിയേ കഴിയൂ. യേശുവേ, ഞാനിപ്പോൾ ആവശ്യക്കാരനാണ്. എൻ്റെ സ്വകാര്യ ദുഃഖങ്ങൾ കാണാൻ നീയേ ഉള്ളൂ. എൻ്റെ വ്യക്തിപരമായ പ്രയാസങ്ങൾ കാണാൻ നീയേ ഉള്ളൂ. ആരെല്ലാം കണ്ടാലും ആർക്കും സഹായിക്കാൻ പറ്റുകയില്ല. ആരെല്ലാം സഹായിച്ചാലും നീ സഹായിക്കുന്നില്ലെങ്കിൽ ആ സഹായങ്ങൾ വ്യർത്ഥമാണ്. ആരെല്ലാം എതിർത്താലും നീ എതിർക്കുന്നില്ലെങ്കിൽ ആ മനുഷ്യരുടെ എതിർപ്പുകളൊന്നും സാരമില്ല. കർത്താവേ, ഞാൻ നിൻ്റെ പാദപീഠത്തിൽ വീഴുന്നു. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സമർപ്പിക്കാം. ദൈവത്തോട് നിങ്ങൾക്ക് പറയാം, വിശ്വാസത്തിൽ നിങ്ങൾക്ക് ക്ഷീണിക്കാതിരിക്കാം. അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവം ചില വാഗ്ദത്തങ്ങൾ കൊടുത്തു. വാഗ്ദത്തങ്ങളെല്ലാം അവൻ വിശ്വസിച്ചു. വാഗ്ദത്തങ്ങളെ വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ വാഗ്ദത്തങ്ങളെ അബ്രഹാം മുറുകെ പിടിച്ചു. നിങ്ങൾ ഈ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കൂ. ഈ വചനത്തിൽ തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നിധികളാണ്.
ഈ നിധികളെ നിങ്ങൾ മുറുകെ പിടിക്കൂ. ഈ നിധിയെ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ കർത്താവിനോട് പ്ലീഡ് ചെയ്യൂ, കർത്താവിനോട് വാദിക്കൂ. യാക്കോബ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ. യാക്കോബ് വശം കെട്ട് വിളിക്കുന്നൊരു സമയമുണ്ട്. വശം കെട്ടാണ് വിളിക്കുന്നത്. എല്ലാ പ്രതീക്ഷകളും പോയി, ഇനി മരണം മുൻപിലുണ്ട്, എല്ലാം തകർന്നു, എന്നെ കൊല്ലാൻ 400 ആളുമായി ഏശാവ് വരുന്നു. യാക്കോബിന് മനസ്സിലായി. യാക്കോബ് തളർന്ന് വിവശനായി മരണത്തിന് മുഖാമുഖം കാണുകയാണ്. യാക്കോബ് ആ സമയത്ത് ഓടി രക്ഷപ്പെടാമെന്ന് ആഗ്രഹിച്ചതുപോലും നടക്കില്ല എന്ന് വന്നു. യാക്കോബിൻ്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി, വശം കെട്ടുപോയി. അപ്പോൾ യാക്കോബ് പറയുന്നൊരു വാക്കുണ്ട്, ദൈവത്തോട് പറയുന്നൊരു വാക്കുണ്ട്, നീ എന്നെ അനുഗ്രഹിച്ചല്ല ഞാൻ നിന്നെ വിടുകയില്ല, നീ എന്നെ അനുഗ്രഹിച്ചല്ല ഞാൻ നിന്നെ വിടുകയില്ല. സഹോദരങ്ങളെ, നിങ്ങൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഇരുന്നു കൊണ്ട് നിന്റെ ദൈവത്തോട് പറയാം, കർത്താവേ, നീ എന്നെ അനുഗ്രഹിച്ചല്ല എന്ന് കടന്നു പോകല്ലേ. ഇന്ന് നീ എൻ്റെ അരികത്തേക്ക് വന്നിരിക്കുന്നത് എന്നെ അനുഗ്രഹിക്കാനാണല്ലോ, എൻ്റെ മേൽ നിൻ്റെ കരം വയ്ക്കാനാണല്ലോ, നിൻ്റെ തിരുരക്തത്താൽ എന്നെ കഴുകാനാണല്ലോ, നിൻ്റെ ക്രൂസിലെ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിക്കാനാണല്ലോ. നാഥ, നീ എന്നെ അനുഗ്രഹിച്ചല്ല ഞാൻ നിന്നെ വിടുകയില്ല. എന്നെ അനുഗ്രഹിച്ചേ നീ പോകാവൂ, എൻ്റെ മേൽ നിൻ്റെ കരം വെച്ചേ നീ പോകാവൂ, നിൻ്റെ ആ തിരുരക്തത്തിൻ്റെ മുദ്ര നെറ്റിമേൽ പതിപ്പിച്ചിട്ടേ നീ പോകാവൂ. നിന്റെ തൃക്കരം ഒത്തിക്കൊണ്ട് നാഥ ഞാൻ നിന്നെ വാഴ്ത്തട്ടെ. നിങ്ങൾക്ക് ദൈവകരങ്ങളിലേക്ക് നിങ്ങളെ ഏൽപ്പിക്കാം. നിങ്ങൾക്ക് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാം, വിശ്വാസത്തിൽ അടിത്തറ ഊന്നി നിൽക്കാം. വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് നിങ്ങൾക്ക് നാഥനെ നിങ്ങൾക്ക് ഹൃദയത്തിലേക്ക് എതിരേൽക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് പറയുമ്പോൾ, ഇതെല്ലാം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നടന്നു കയറുന്ന യേശുവിനെ നിങ്ങൾക്ക് വിശ്വസിക്കാം. ഹൃദയത്തിൻ്റെ ഉൾഭിത്തികളിലേക്ക് നടന്നു കയറി നിങ്ങളെ തലോടുന്ന ക്രിസ്തുവിനെ നിങ്ങൾക്ക് വിശ്വസിക്കാം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു നിങ്ങൾ ദൂരെയല്ല, ക്രിസ്തു നിങ്ങൾ അകലെയല്ല, നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത അത്ര ദൂരെയല്ല ക്രിസ്തു നിൽക്കുന്നത്. അവൻ നിങ്ങൾക്ക് എത്തിപ്പിടിക്കാവുന്ന അത്ര അടുത്ത് തന്നെയാണ്. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളെക്കാളും അടുത്ത് യേശു നിങ്ങളുടെ അരികത്തുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശു നിങ്ങളെ തൊട്ട് നിൽക്കുന്നുണ്ട്. അവന് നിങ്ങളെ സ്നേഹമാണ്. യേശുവിന് നിങ്ങളോട് വഴക്കില്ല. നിങ്ങൾ പാപം ചെയ്തു എന്ന് യേശു കണക്കിടുന്നില്ല. നിങ്ങൾ തിന്മയിലേക്ക് പോയി എന്ന് യേശു നോക്കുന്നില്ല. കൊടും ക്രൂരപാതകിയെപ്പോലും വിടുവിക്കുവാനും രക്ഷിക്കുവാനും കഴുകുവാനും വെടിപ്പാക്കുവാനും പുതിയ ജീവിതം തരുവാനും യേശു നിൽക്കുന്നുണ്ട്. പ്രിയരെ, യേശു നിങ്ങളുടെ അരികത്തേക്ക് വന്നിട്ടുണ്ട്. അവൻ നിങ്ങളെ തലോടുവാൻ കരം നീട്ടുന്നുണ്ട്. അവൻ്റെ സ്നേഹമുള്ള കരം നിങ്ങളുടെ മേൽ വയ്ക്കുവാൻ അവൻ്റെ കരം ഉയർത്തുന്നുണ്ട്. നിങ്ങളുടെ വാക്ക് അവൻ നോക്കുന്നു, നിങ്ങൾ എന്ത് പറയുന്നതെന്ന് അവൻ നോക്കുന്നു. അവൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കുന്നു. കർത്താവേ, ഈ നിമിഷം മുതൽ ഞാൻ പുതിയ സൃഷ്ടിയായി ജീവിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് കൊടുക്കാൻ സാധിക്കുമോ പ്രിയപ്പെട്ടവരെ? എങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ മേൽ ക്രിസ്തുവിൻ്റെ കരം വയ്ക്കും. ക്രിസ്തുവിൻ്റെ കരത്തിൻ്റെ സ്പർശമേൽക്കുന്ന എന്തൊരു ഭാഗ്യമാണ്. ആ കരസ്പർശമല്ലയോ നമ്മെ നിലനിർത്തുന്നത്? അതല്ലയോ ഇത്രയും കാലം നമ്മെ നടത്തിക്കൊണ്ട് വന്നത്? ആ കരമല്ലയോ നമ്മെ നയിച്ചു കൊണ്ടുവന്നത്? നാം നമ്മെ കാത്തത് ആ കരമല്ലയോ? വീണപ്പോൾ എഴുന്നേൽപ്പിച്ചത് ആ കരമല്ലയോ? തളർന്നപ്പോൾ നമുക്ക് ബലം തന്നത് ആ കരമല്ലയോ? നമ്മെ നയിച്ചു കൊണ്ടുപോകുന്നത് ആ കരമല്ലയോ? നമുക്ക് ബോധം തന്നത് ആ കരമല്ലയോ? ബുദ്ധി തന്നത് സ്വർഗീയ കരമല്ലയോ? നമ്മെ അനുഗ്രഹിച്ചത് ആ പരിശുദ്ധ കരമല്ലയോ? ആ കരത്തിന് കീഴിലാണ് പ്രിയരെ നിങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. ആ കരത്തിന് കീഴിൽ നിങ്ങൾ വന്നിരിക്കുന്നു. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവോട് പറയൂ, നാഥാ, നിന്റെ തൃക്കരം എൻ്റെ തലമേലിപ്പോൾ ഒന്ന് വെക്കണമേ, എന്നെ നീ അനുഗ്രഹിക്കണമേ, എന്നെ തലോടണമേ, എൻ്റെ കണ്ണുനീര് തുടയ്ക്കണമേ, എൻ്റെ രോഗം മാറ്റണമേ, എൻ്റെ മേൽ നിന്റെ ശക്തി പകരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. യേശുക്രിസ്തുവിൻ്റെ ആണിപ്പാടുള്ള കരം. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം വിശ്വാസിയായിരുന്നു. അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അബ്രഹാം തളർന്നില്ല. വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ശരീരം ക്ഷീണിച്ചാലും വിശ്വാസത്തിൽ ക്ഷീണിക്കരുത്. പ്രിയപ്പെട്ടവരെ, ശരീരം ക്ഷീണിച്ചു എന്ന് വരാം, ശരീരത്തിൽ രോഗമുണ്ടെന്ന് വരാം, ശരീരത്തിൽ അവിടെ വേദന ഉണ്ടായി എന്ന് വരാം, പണം കുറഞ്ഞു പോയി എന്ന് വരാം, നമുക്ക് ഇന്ന് ഉള്ള ജോലി നഷ്ടപ്പെട്ടു എന്ന് വരാം, അല്ല ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പൈസയുടെ വരുമാനം കുറഞ്ഞു പോയി എന്ന് വരാം, നമ്മുടെ ശമ്പളം കുറഞ്ഞു പോയി എന്ന് വരാം, അല്ലെങ്കിൽ നമുക്ക് ഏതെല്ലാം രീതിയിൽ വരുമാനമുണ്ടോ എല്ലാം കുറഞ്ഞു വരുന്നു എന്ന് വരാം. നമുക്ക് പലതിലും ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് വരാം. ദൈവത്തിന് സ്തോത്രം. സ്നേഹം കുറഞ്ഞു പോകുന്ന ആളുകളുണ്ട്. ആർക്ക്? അപ്പൻ എന്നോട് സ്നേഹമില്ല, സ്നേഹം കുറഞ്ഞുപോയി. അമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ല, സ്നേഹം കുറഞ്ഞുപോയി. എൻ്റെ അമ്മായിയമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ല, സ്നേഹം കുറഞ്ഞുപോയി. എൻ്റെ ഭർത്താവിനോട് സ്നേഹമില്ല, ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ന് എന്നെ കാണുന്നതിന് അറപ്പാണ്, എന്നെ കാണുന്നതിന് വെറുപ്പാണ്.
സ്നേഹമില്ല. എല്ലാം കുറഞ്ഞു വരുന്നു. സ്നേഹം കുറഞ്ഞു വരുന്നു. ശരീരത്തിൻ്റെ ബലം കുറഞ്ഞു വരുന്നു. ആരോഗ്യം കുറഞ്ഞു വരുന്നു. എൻ്റെ ദൈവമേ, സഹായങ്ങൾ കുറഞ്ഞു വരുന്നു. ഒരു കാലത്ത് സഹായത്തിന് കരം നീട്ടിയവർ കൈ ഇപ്പോൾ നീട്ടുന്നില്ല. കൈ വിറയിലേക്ക് വലിക്കുന്നു. അവർ സഹായിക്കാൻ തയ്യാറല്ല. സഹായഹസ്തങ്ങളെല്ലാം മടങ്ങിപ്പോകുന്നു. എൻ്റെ കർത്താവേ, എല്ലാം കുറഞ്ഞു പോകുന്നു. പക്ഷേ കുറയാത്തൊന്നുണ്ട്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എല്ലാം കുറയുമ്പോൾ കുറയാത്തൊന്നുണ്ട്. അതേതാണ് നിങ്ങൾക്കറിയാമോ? അതാണ് യേശുവിൻ്റെ സ്നേഹം. ആരുടെ എല്ലാം സ്നേഹം കുറഞ്ഞാലും യേശുവിൻ്റെ സ്നേഹം കുറയുകയില്ല. ആരുടെ എല്ലാം സ്നേഹം മാറിപ്പോയാലും യേശുവിൻ്റെ സ്നേഹം മാറിപ്പോവുകയില്ല. നിങ്ങൾ ശരീരം ക്ഷീണിച്ചാലും വിശ്വാസത്തിൽ ക്ഷീണിക്കരുത്. അബ്രഹാം തന്ന പാഠം അതാണ്. അബ്രഹാം സമാധാനത്തിൽ മരിച്ചു. അബ്രഹാം സംതൃപ്തിയോടെ മരിച്ചു. അബ്രഹാം കാലസമ്പൂർണനായി മരിച്ചു. അബ്രഹാം വിശ്വാസത്തിൻ്റെ തീഷ്ണതയിൽ ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയി. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നമുക്ക് സമാധാനത്തോടെ ഈ ഭൂമിയിൽ ജീവിച്ച് സമാധാനത്തോടെ കടന്നു പോകണം. ഈ ലോക ജീവിതത്തിൽ സാധാരണ ജീവിതത്തിൽ സമാധാനം കിട്ടിയെന്ന് വരികയില്ല. നമുക്കെന്നും ഞെരുക്കമായിരിക്കും, എന്നും ദുരിതമായിരിക്കും, പ്രതിസന്ധികളും പ്രശ്നങ്ങളുമായിരിക്കും. ഒട്ടേറെ വേദനാകരമായ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടി വരും. പക്ഷേ ഒന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ ആന്തരികമായ ശാന്തത അനുഭവിച്ചുകൊണ്ട്, ആന്തരികമായ സമാധാനം അനുഭവിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്നറിയാമോ? ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വാഴുമ്പോൾ, നമ്മുടെ ഈ ഹൃദയത്തിൻ്റെ സിംഹാസനത്തിൽ യേശു വാഴുമ്പോൾ, ഈ ഹൃദയത്തിൽ യേശു വസിക്കുമ്പോൾ ആന്തരികമായ സമാധാനം നമുക്ക് ലഭിക്കും. കർത്താവ് കടന്നു പോകുന്നതിന് മുൻപ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ വിളിച്ച് പറഞ്ഞു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ലോകത്തിൽ നിങ്ങൾ കഷ്ടമുണ്ട്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകം തരുന്നത് പോലുള്ള സമാധാനമല്ല ക്രിസ്തു തരുന്നത്. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സമാധാനം നിങ്ങൾക്ക് തരാൻ ക്രിസ്തു ആഗ്രഹിക്കുന്നുണ്ട്. സമാധാനം നിങ്ങളുടെ തലയിൽ നിക്ഷേപിക്കാൻ ക്രിസ്തു ആഗ്രഹിക്കുന്നുണ്ട്. സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ച് തരാൻ ക്രിസ്തു ആഗ്രഹിക്കുന്നുണ്ട്. യേശു സ്നേഹമാണ്. സമാധാനം നമുക്ക് തരാനായി സമാധാനം നഷ്ടപ്പെട്ടവനെ പോലെ കുരിശിൽ കിടന്ന് പിടഞ്ഞവനാണ് യേശു. ക്രൂശിൽ കിടന്ന് നിലവിളിച്ചവനാണ് യേശു. യേശുവിൻ്റെ കുരിശിലെ ആ സ്നേഹത്തിൻ്റെ വിളി നിങ്ങൾ കേൾക്കുക. യേശുവിനായി നിങ്ങൾ തന്നെ സമർപ്പിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങളിതിനെ സ്തുതിക്കുന്നു. എൻ്റെ കർത്താവേ, സത്യസമാധാനം, നിത്യജീവൻ കർത്താവേ ഞങ്ങൾക്ക് തരാൻ അവിടുന്ന് ക്രൂശിൽ മരിച്ചതിനായി ഞങ്ങളിതിനെ സ്തുതിക്കുന്നു. അവിടെ നിന്നും ജീവിക്കുന്നതിനായി ഞങ്ങളിതിനെ സ്തുതിക്കുന്നു. നാഥ, നിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ. യേശുവേ, നിന്നിൽ വിശ്വസിപ്പാൻ, നീ തരുന്ന സമാധാനം ഉൾക്കൊള്ളുവാൻ, ഈ സമാധാനം പ്രസ്താവിക്കുവാൻ, സമാധാനം സുവിശേഷിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകണമേ. ഈ വചനം കേട്ട എല്ലാവരെയും നാഥ അവിടുന്ന് അനുഗ്രഹിക്കണമേ. എല്ലാവരെയും ആശീർവദിക്കണമേ. എല്ലാവരുടെയും കണ്ണുനീര് തുടയ്ക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.